ഈ രാമകർണന്മാരെ ഇതിഹാസ നായകരെന്ന് വിളിച്ചു. അപ്പം ഈ അടുത്ത തലമുറയിൽ ഇതിഹാസ നായകന്മാരാകാൻ പോകുന്നവരാരൊക്കെയാണ്? എന്താ സംശയം? NGK, കുഞ്ചു. കോടനാട് നീലകണ്ഠനും പോന്നി സുരേന്ദ്രനും ഭയങ്കര സംഭവം. ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഈ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, ഊക്കൻസ് കുഞ്ചു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ തിരുനക്കര ശിവൻ വന്ന വൈക്കത്തഷ്ടമി ആയെന്നുള്ള ചൊല്ല് വൈക്കത്തുകാർക്കുണ്ട്. ചെറുപ്പത്തില് തിരുനക്കര തേവരുടെ ആണ്, പക്ഷെ വൈക്കത്തപ്പന്റെ മാനസപുത്രം. അഷ്ടമി ദിവസം 140-150 പറയുടെ അന്നദാനമുണ്ട്. അന്നദാന പ്രഭുവാണ് വൈക്കത്ത്. എല്ലാവർക്കും അന്നദാനമുണ്ട്, പക്ഷെ വൈക്കത്തപ്പനൊന്നും ജലപാനമില്ല. അപ്പൊ അതെടുക്കണമെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും പറ്റണമെന്നില്ല. നല്ല എഴുന്നള്ളിപ്പാനുകൾക്ക് മാത്രം പറ്റുന്ന പരിപാടിയാണ് ജനാധിപത്യത്തിന്റെ എഴുന്നള്ളിപ്പ്. ഈ ഒരു മേഖലയുടെ പേരിൽ, അതായത് ഈ ഒരു കലയുടെ പേരിൽ അറിയപ്പെടാൻ പറ്റുന്നത് ശരിക്കും ചെയ്യാൻ ഈ രാമകർണന്മാരെ ഇതിഹാസ നായകരെന്ന് വിളിച്ചു. അങ്ങനെയാണ്. അപ്പം ഈ അടുത്ത തലമുറയിൽ ഇതിഹാസ നായകന്മാരാകാൻ പോകുന്നവരാരൊക്കെയാണ്? അടുത്ത എന്താ സംശയം? NGK, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, കുഞ്ചു. നമ്മുടെ നന്ദിലത്ത് ഗ്രൂപ്പിന്റെ ആന, അതുപോലെ ഊക്കൻസ് ഗ്രൂപ്പിന്റെ കുഞ്ചു. ഈ ഊക്കൻസ് കുഞ്ചു. ഇത് അടുത്ത രാജാക്കന്മാർ, അത് അടുത്ത തലമുറ. അത് ആയി കഴിഞ്ഞു അവര്. നന്ദിലത്ത് ഗോപാലകൃഷ്ണനൊക്കെ കയറി നിൽക്കാത്ത വേദികളൊന്നും ഇപ്പൊ ഇല്ല. കുഞ്ചുവിന്റെ നീരിന്റെ ഒക്കെ കുറച്ച് സമയം എടുക്കും, എന്നാലും കുഞ്ചു വന്നാൽ കുഞ്ചു ആറാട്ടോടയിലൊക്കെ എഴുന്നള്ളിച്ചിട്ടുള്ള NGK ഒക്കെ എന്താ അഴകാ നിൽക്കുന്ന ഒരു പ്രൗഢിയല്ലേ. അടിപൊളിയാണ്. ഇപ്പൊ വൈക്കത്തഷ്ടമിക്ക് 2 ദിവസം ഉണ്ടായി. അടുത്ത തട്ടിൽ ഇങ്ങനെ അടുത്ത തട്ടിൽ കയറിയ ആൾക്കാരാണ് എക്സ്പെക്ടേഷനിൽ കാണുന്ന 2 ആനകളാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. പിന്നെയുണ്ട് അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ വേണം നമുക്ക് പറയാൻ പറ്റും. ചിത്താനം വിഷ്ണുനാരായണനും രാമനും നല്ല ആനകളാണ്. രണ്ടും കുട്ടിയാനാൽ 2 നല്ല പൊക്കത്തിലും ഭംഗിയിലും കൊള്ളാവുന്ന ആനകൾ, 2 ആനകൾ സൂപ്പർ ആനകൾ. അപ്പം നിന്ന ആനകളാണ്, വാശിയുള്ള ആനകൾ. ചിത്താനാനൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചിത്താനാനൊക്കെ കിട്ടണമെങ്കിൽ നല്ല പാടാ, ഞാൻ തിരക്കായി. ഈ പലപ്പോഴും നമ്മൾ ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഈ ഫാൻ മെയ്ഡ് പോസ്റ്റർ ഉണ്ടല്ലോ. നമ്മുടെ കോന്നി സുരേന്ദ്രൻ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയിട്ട് വെട്ടിച്ചു വെച്ചിട്ട്. ശരിക്കും അവൻ നമ്മുടെ യോദ്ധാവല്ലേ, നമ്മുടെ പ്രൊട്ടക്ടർ അല്ലേ. നമ്മൾ പറയും മലയോര നാട്ടിലൊക്കെ സുരേന്ദ്രന്റെ ഒക്കെ സേവനം. പക്ഷെ ഉത്സവപ്പറമ്പുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു ജൂനിയർ ശിവരാജ് വാൻ, ഈ പറയപ്പെടുന്ന പേരുകളിലൊക്കെ മോളിൽ കൊണ്ടുവന്ന ഒരു പേരല്ലായിരുന്നു ജൂനിയർ ശിവരാജ് വാൻ. അതും ഈ കോടനാട് നീലകണ്ഠനാണ്. നീലകണ്ഠനൊക്കെ തറി നിൽക്കുന്ന നിപ്പ് കണ്ടാണ്. കോടനാട് നീലകണ്ഠനും പോന്നി സുരേന്ദ്രനും ഭയങ്കര സംഭവം. ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ ഈ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, ഊക്കൻസ് കുഞ്ചു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരേ ക്ലാസിഫിക്കേഷനിൽ വരുത്താവുന്ന 2 ആനകളാണ്. രണ്ടും കുങ്കിർദേനിയിൽ പോയി. നിർഭാഗ്യവശാൽ നമുക്ക് നീലകണ്ഠ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് രണ്ടും ഒരു ഉത്സവ മുതലായിരുന്നു. നീലകണ്ഠൻ്റെ നീരിൽ നിൽക്കുമ്പോൾ ഞാൻ തറയിൽ കണ്ടതാണ് കോന്നിക്കൂട്ടിൽ. അവിടെ പാപ്പാനോയിൽ ആരുമില്ല. ആ നിപ്പ് കണ്ടാൽ മതി, നമ്മള് പ്രൗഢിയാണ്. ഇങ്ങനെ നിൽക്കും, നമ്മൾ നോക്കി നിൽക്കും. അതായത് ഇങ്ങനെ ആരടാ എന്നുള്ള രീതിയിൽ. അത് നാടൻ ആനകളുടെ ഒരു വശ്യത. നാടൻ ആനകൾക്ക് പൊതുവെ ആരാധകരുണ്ടാക്കാൻ അതിനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാണ്. അത് അഴകാണ്. കൊമ്പുകൾ ഒരു പരിധിയിൽ നല്ല കൊമ്പുകളായിരിക്കും. നല്ല ഇപ്പം എല്ലാ കൊമ്പും എടുത്ത കൊമ്പൊന്നും ആയിരിക്കണം. ഇപ്പം എറണാകുളം ശിവകുമാർ കൊമ്പ് കീഴേ, പക്ഷെ എന്നാലും അത്രയും ഭംഗിയുള്ള കൊമ്പാണ്. കൊമ്പുചാട്ടമുള്ളതാണ്. സ്പെഷ്യാലിറ്റീസ് ഒരുപാടുണ്ടാവും. മുന്നരങ്ങാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. മുന്നരങ്ങാണ് ഈ ആനകളെല്ലാം പ്രൗഢിയാക്കുന്നത്. ഇപ്പം തൃക്കടവൂർ ശിവരാജൻ്റെ മുന്നരങ്ങ്, കോന്നി സുരേന്ദ്രൻ നോക്കി, പാമ്പാട് രാജൻ നോക്കി, തിരുവാണിക്കാവ് രാജഗോപാലൻ നോക്കി, മുന്നരങ്ങിൽ വൈലാശ്ശേരി അർജുനൻ നോക്കി. മുന്നരങ്ങിൽ അഴകാണ്. മുന്നരങ്ങിൻ്റെ തമ്പുരാനാണ് ശിവസുന്ദർ. അതൊരു വലിയ മുന്നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ആന നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ പെടുന്ന ആ കാഴ്ച തിരുനക്കര ശിവൻ. നമ്മുടെ നമ്മള് രാജന്റെ കട്ട ഫാരല്ലേ തിരുനക്കര ശിവൻ. തിരുനക്കര ശിവൻ വന്ന വൈക്കത്തഷ്ടമി ആയെന്നുള്ള ചൊല്ല് വൈക്കത്തുകാർക്കുണ്ട്. ചെറുപ്പത്തിൽ ഈ ശിവനാന പട്ടയം വാങ്ങി ആ തെക്കേ ഗോപുരം കയറി വരുന്ന അഷ്ടമി തുടങ്ങി. സന്ധ്യാവേല ചടങ്ങിനാ വരുന്നത് ആദ്യം. പിന്നെ നടേശൻ ചേട്ടനാണ് ആനക്കാരൻ. അപ്പൊ അത് ഈ കൊമ്പ് ആന ലോറി കയറാൻ പണ്ടും അങ്ങനെയില്ല, ഇപ്പോഴും അങ്ങനെയില്ല. ഇഷ്ടം പോലെ ഓലയും പട്ടയം മാടല അതിനുള്ള തീറ്റ. അതിൻ്റെ കൊമ്പിൽ തന്നെ നല്ല കൊമ്പാണ്, നല്ല അടുത്ത കൊമ്പ്. ആ കൊമ്പിൽ താങ്ങിയിട്ട് ചെവിയൻ, ആ വലിയ ചെവി ഇങ്ങനെ വീശി അടിച്ച് ആ തുമ്പിക്കൈ ആ തീറ്റയുടെ അപ്പുറം ഉണ്ടാവും. ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് ആ തെക്കേ കുമരകത്തുനിന്ന് വൈക്കത്തേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. ആ തെക്കേ ഓരം കയറി ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. ചെവിയൻ, തേവരുടെ ചെവിയൻ. അത് തിരുനക്കര വൈക്കത്തപ്പന്റെ സ്വന്തം ആന. തിരുനക്കര തേവരുടെ ആന,
പക്ഷെ വൈക്കത്തപ്പന്റെ മാനസപുത്രം വൈക്കത്തപ്പന്റെ തിടമ്പ് വലിയ തിടമ്പാണ്. എഴുന്നള്ളിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അലങ്കരിക്കുന്ന ഒരു തിടമ്പാണ് വൈക്കത്തെ ഉദയനാട് തിടമ്പ്. ഈ രണ്ട് തിടമ്പും ഉദയനാടത്തെയും വൈക്കത്തെയും അഴകായിട്ട് എഴുന്നള്ളിക്കുന്ന ആനകളാണ് ഈ പറഞ്ഞ നാടനാനകളെല്ലാം. ശിവരാജു, രാജൻ, ശിവൻ, ഇങ്ങനെയുള്ള ആനകൾ ഇത് എഴുന്നള്ളിച്ച ഭയങ്കര വൈക്കത്തഷ്ടമി ഒരു ചിട്ടയോട് കൂടി നടക്കുന്ന ഒരുപാട് ചടങ്ങുകളുണ്ട്. പിന്നെ നമുക്ക് ഈ ആനക്കമ്പം വലിയ കോലങ്ങളോ അങ്ങനെയൊന്നുമില്ല, തിടമ്പാണ് അവിടെ ആചാരപൂർവ്വം എഴുന്നള്ളിക്കുന്നത്. പണ്ട് തൊട്ടിപ്പോ ഒരു കോമ്പുണ്ട്, അതായത് ഉദയനാവർത്തപ്പന്റെയും വൈക്കത്തപ്പന്റെയും അച്ഛനും ഉദയനാവർത്തപ്പൻ എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യനാണ്. അപ്പം യുദ്ധത്തിന് പോയി ശൂരപത്മാസുരനെ വധിക്കാൻ പോയി, താരകാസുരനെ നിഗ്രഹിക്കാൻ പോയ ബാലനെ, താരകാസുരനെ വധിക്കണമെങ്കിൽ ബാലനായിരിക്കണം എന്നൊരു വരം നേടിയ ആളാണല്ലോ. അപ്പം അതിന് അവതാരം കൊണ്ട ആളാണ് മുരുക യുഗമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല അച്ഛന്. അപ്പോൾ വൈക്കത്തപ്പന് മകന് വിജയിച്ചു വരുമെന്നൊക്കെ അറിയാം, പക്ഷെ എന്തായി സ്റ്റാറ്റസ് എന്തായെന്ന് അറിയാൻ വയ്യാതെ അഷ്ടമി ദിവസം 140-150 പറയുടെ അന്നദാനമുണ്ട്. അന്നദാനപ്രഭുവാണ് വൈക്കത്തപ്പൻ, എല്ലാവർക്കും അന്നദാനമുണ്ട്. പക്ഷെ വൈക്കത്തപ്പനൊന്നും ജലപാനമില്ലാതെയാണ് വൈക്കത്തപ്പൻ. ഒരു മേളവും ഇല്ലാതെ കിഴക്കേക്കോട്ട് 7 മണി 7:30 കൂടി വൈക്കത്തപ്പൻ ഇറങ്ങി നിൽക്കും. ഉദയനാടത്തപ്പൻ ഇവിടെ വടക്കേ ഗോപുരം കയറുന്ന ആരവങ്ങളും ആർപ്പുളികളും ശംഖും എല്ലാം കേട്ട് കഴിയുമ്പോൾ വൈക്കത്തപ്പൻ വധിച്ച് ഭയങ്കര ആർഭാടമായിട്ടാണ് വരുന്നത്. അതായത് രാജ ദേവസേനാപതിയായിട്ട് വരിക. അപ്പൊ ദേവസേനാപതി വരുമ്പോൾ ആ നാട്ടിലുള്ള ദേവഗണങ്ങളെല്ലാം കൂടെ നിൽക്കുകയാണ്. അപ്പം എല്ലാ ക്ഷേത്രങ്ങളെയും മൂലബിംബങ്ങളാണ് ഒരു ക്ഷേത്രത്തിന്റെ മതിൽക്കകത്തേക്ക് വരുന്നത്. അങ്ങനെ വരാറില്ല. ആ മൂലബിംബങ്ങൾ ഉൾപ്പെടെ ഉദയനാവർത്തപ്പൻ കയറി അച്ഛനെ കാണാൻ വരികയാണ്. അച്ഛാ ഞാൻ വിജയിച്ചു, എല്ലാവരും കൂടി വരികയാണ്. അപ്പോഴാണ് അച്ഛന്റെ കണ്ണ് നിറയുന്നത്, മനം കുളിർക്കുന്നത്. അതൊക്കെ ചേർത്ത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധം. പ്രദക്ഷിണ വഴി തളക്കല്ല്, വൈക്കത്തപ്പന്റെ തളക്കല്ല്, അതായത് ചരലിൽ നിന്ന് മറ്റുള്ളത് നടക്കുമ്പോൾ ഭഗവാൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രദക്ഷിണ, അത് മകന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത് മണ്ണിൽ നടക്കുന്ന അച്ഛൻ പുത്രസ്നേഹത്തിന്റെ പ്രതിരൂപം വൈക്കത്തപ്പന. മകനെ മുന്നിൽ നിർത്തും, നീ നയിക്ക്, ഞാനുണ്ട് പുറകെ. അതാണ് വൈക്കത്തപ്പൻ. അങ്ങനത്തെ ബന്ധങ്ങൾ അവിടെ ഒരുപാടുണ്ട്. അപ്പൊ ആ ഉദയനാവർത്തപ്പന്റെ തിടമ്പിന് ഭയങ്കര ഭാരമാണ്. അപ്പൊ അതെടുക്കണമെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആനകൾക്കും പറ്റണമെന്നില്ല. നല്ല എഴുന്നള്ളിപ്പാനകൾക്ക് മാത്രം പറ്റുന്ന പരിപാടിയാണ് ഉദയനാവർത്തപ്പന്റെ എഴുന്നള്ളിപ്പ് എടുക്കുന്നത്. അപ്പൊ കേരളത്തിലെ ലോകത്തിൽ തന്നെ ഏറ്റവും ഭാരമേറിയിട്ടുള്ള സ്വർണ്ണത്തിടമ്പ്, തങ്കത്തിടമ്പ്, അത് സ്വർണ്ണ നെറ്റിപ്പട്ടം, സ്വർണ്ണക്കൊട, അങ്ങനെ സർവ്വവിധ അലങ്കാരങ്ങളും 4 തിരുമേനിമാരുമായിട്ട് ആന എഴുന്നള്ളി വരുന്നത്. അപ്പോൾ അത്രയും ചിട്ടയാർന്ന ഒരു എഴുന്നള്ളിപ്പാനയ്ക്ക് മാത്രമേ ആ എഴുന്നള്ളിപ്പ്, അത് ഒരു വെളുക്കപ്പുറമുള്ള എഴുന്നള്ളിപ്പ്, അതായത് ഒരു വൈകിട്ട് ഒരു 13 മണിക്കൂർ, ഒരു 8:30-9 മണിക്ക് കയറുന്ന തടമ്പ് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് ഒരു 5:30-6 മണിക്കാണ് ഇറങ്ങുന്നത്. അത്രയും നേരം ആ തടമ്പും ഈ 4 തിരുമേനിമാർ ഈ സ്വർണ്ണക്കുട അലങ്കാരങ്ങളെല്ലാം ചാമരം എല്ലാം താങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു തികഞ്ഞ എഴുന്നള്ളിപ്പാനയ്ക്ക് മാത്രമേ വൈക്കത്തഷ്ടമി എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലും ഞങ്ങളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ലെജൻസ് ആയിട്ടുള്ള ആനകൾ, ഒന്ന് നാണുവെഴുത്തച്ഛൻ ശ്രീനിവാസനും ചേണായി ചന്ദ്രശേഖരനും, അവരുടെ ഒരു കോമ്പിനേഷൻ തിരുവമ്പാടി കുട്ടിശങ്കരനും ഡേവിസ് കുട്ടിശങ്കരനും. ഇവരൊക്കെ ഈ ആനകളൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു ഓർമ്മയിൽ. നമുക്ക് അധികം എനിക്ക് പറഞ്ഞാൽ ഞാനൊക്കെ മെച്ചുവേർഡായിട്ട് വന്ന സമയത്ത് ഈ ആനകൾ ചെരിഞ്ഞു. എനിക്കൊരു 16 വയസ്സൊക്കെ ആയ സമയത്ത് നാണുവെഴുത്തച്ഛൻ ശ്രീനിവാസൻ ചെരിഞ്ഞു, കുട്ടിശങ്കരൻ ഈയിടക്ക ചേണായി ചന്ദ്രശേഖരൻ ചെരിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഓർമ്മയിൽ പിന്നെ ആ കോമ്പിനേഷൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രു വന്നു, ശിവരാജും പാറമേക്കാവും വന്നു, പത്മനാഭൻ. അത് ശിവരാജു എഴുന്നള്ളിച്ച് ചേർത്തി കഴിഞ്ഞാൽ വേറൊരു അഴക. ഉദയനാവർത്തപ്പന്റെ തടമ്പുമായിട്ട് ശിവരാജു ഗോപുരം കയറി വരും. ശിവരാജു തെടമ്പെടുത്തുന്നല്ല, അല്ലെ തന്നെ തലക്കുന്നി ഒരു മേളാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തടമ്പൂടി വെച്ച് കഴിഞ്ഞാൽ ചെവിയും കൂടി അടിച്ച് ചെവി കാണുമ്പോൾ തന്നെ ഒരു അഴകാണ് ശിവരാജു. പിന്നെ പാറമേക്കാവ് പത്മനാഭൻ, പൂരനായകൻ പാറമേക്കാവ് പത്മനാഭൻ വർഷങ്ങളോളം ഉദയനാവർത്തപ്പൻ എഴുന്നള്ളിച്ചത്. അത് തികഞ്ഞൊരു എഴുന്നള്ളിപ്പാന. തികഞ്ഞ എഴുന്നള്ളിപ്പാനകൾക്ക് മാത്രം പറ്റിയിട്ടുള്ളൊരു പരിപാടിയാണ് ഉദയനാവർത്തപ്പൻ്റെ എഴുന്നള്ളിപ്പ്. അത് ഇന്ന് കേരളത്തിലുള്ള ഏത് ആനക്കാരോടോ ആന മുതലാളിമാരോട് ചോദിച്ചാൽ ആഗ്രഹപൂർവ്വം എടുക്കാൻ ഒരു എഴുന്നള്ളിപ്പ് താല്പര്യമുള്ള ഏതാന്ന് ചോദിച്ചാൽ ഉദയനാവർത്തപ്പൻ്റെ തിടമ്പ്, മുരുകൻ്റെ തിടമ്പെടുക്കും, സുബ്രഹ്മണ്യ സ്വാമിയുടെ എഴുന്നള്ളിപ്പ് എടുക്കും. അത് ഭയങ്കര ഒരു ആനകൾക്കും ഭയങ്കര ഇതാണ്. അങ്ങനെ ഈ ആനകളൊക്കെ ഈ പറവേക്കോത്മനാഭനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ ആനക്കമ്പം അങ്ങോട്ട് വൈറലായ കാലത്ത് എഴുന്നള്ളിച്ചു വന്ന ആന പാറമേക്ക പത്മനാഭന്.
വൈക്കത്തപ്പൻ്റെ ഏറ്റവും മികച്ച ആളുകൾ അവിടെ എപ്പോഴും ഉണ്ടാവും. ഈ 12 ദിവസം ഉത്സവം, അപ്പോൾ ഈ മികച്ച ആളുകൾ അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ഉദയനാരത്തപ്പൻ്റെ അന്നൊരു ദിവസമാണ് എഴുന്നള്ളിപ്പുള്ളത്. ഉദയനത്ത് കാർത്തിക ഉത്സവം നടക്കും, അത് കാർത്തിക എഴുന്നള്ളിപ്പൊക്കെ വലിയ ആളുകൾ തന്നെ എടുക്കുന്നത്. പക്ഷേ ഈ വൈക്കത്തഷ്ടമിയുടെ ഇടയിലൊക്കെ ഒരു അവസാന ദിവസം ഉദയനാരത്തപ്പൻ വരുമ്പോൾ അത് എല്ലാവിധ പ്രൗഢിയോടുകൂടിയായിരിക്കും. ശരിക്കും നമ്മുടെ മധുരപ്പുറം കണ്ണന് ഒരു ഭാഗ്യം കിട്ടിയതാണ് എഴുന്നള്ളിക്കാനായിട്ട്. ഉദയനാരത്തപ്പൻ്റെ അന്നത്തെ തിടമ്പിന് അതോടെ ആനയുടെ പ്രൊഫൈൽ മാറി. പ്രത്യേകതയുണ്ട്. ചന്ദ്രക്കല ഉണ്ടല്ലോ, അന്നത്തെ ദിവസം വലുതല്ല ഉദയനാരത്തപ്പന് വേണം, എല്ലാ സാധനവും എല്ലാം വലുത്, അച്ഛന് ചെറുത്, അത് നിർബന്ധം. അത് അങ്ങനെ വേണം ഉദയനാരത്തപ്പന്റെ വരവ്. ദേവസേനാപതിയായിട്ടുള്ള അത് കാണേണ്ട കാഴ്ചയാണ്. പിന്നെ വിടപറച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു അച്ഛനും ഇല്ലെങ്കിൽ ഒരു അച്ഛനും മകനും ഇല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെ വേണം എന്നുള്ളൊരു ഇന്നത്തെ കാലത്ത് കാട്ടിക്കൊടുക്കുന്ന ഒരു രീതിയും കൂടിയുണ്ട്. എല്ലാ ദേവേടങ്ങളെയും വൈക്കത്തപ്പൻ യാത്രയാക്കി ഏറ്റവും അവസാനം ഉദയനാരത്തപ്പനെ യാത്രയാക്കുന്ന ഒരു വടക്കേ ഗോപുരത്തിൻ്റെ അവിടെ വരെ വൈക്കത്തപ്പൻ വരും, അച്ഛൻ വരും. എന്നിട്ട് മകൻ ദൂരേക്ക് നടന്നു പോകുന്നത് നോക്കി നിൽക്കും. ദുഃഖകണ്ഠാരം എന്ന് പറഞ്ഞ ഒരു രാഗം തന്നെ ഈ ഒരു സാഹചര്യത്തിന് വായിക്കാൻ വേണ്ടി അത് കേട്ടാൽ നമ്മൾ കരഞ്ഞും പോകും. അത് നമ്മൾ അങ്ങനത്തെ രാഗത്തിൽ അത് വായിച്ച് അതെല്ലാവർക്കും ഒന്നും വായിക്കാൻ പറ്റില്ല. അതിന് വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ മകൻ കണ്ണിൽ നിന്നും മറയുന്നവരെ വൈക്കത്തപ്പൻ നോക്കി നിന്നിട്ടാണ് തിരിച്ച്, എന്നിട്ട് ബേളം ഒന്നും ഇല്ലാതെ അകത്തേക്ക് തിരികെ ചെന്നിട്ട് വേണം ഈ തലേദിവസം തൊട്ടുള്ള പൂജകളെല്ലാം പിന്നീട് തുടങ്ങണം. കാര്യം ആ അഷ്ടമി ദിവസം ഈ ലോകമായ ലോകത്തുനിന്ന് മുഴുവൻ വന്നെത്തുന്ന എല്ലാവർക്കും വയറും മനസ്സും നിറയെ അന്നം കൊടുത്ത് ഭഗവാൻ തൃപ്തിപ്പെടുത്തിയാൽ ഭഗവാൻ ജലപാനം പോലില്ലാണ്ടായിരിക്കും. ത്യാഗത്തിൻ്റെ മൂർത്തിയാണല്ലോ മഹാദേവൻ. വൈക്കത്തപ്പൻ്റെ കഥ പറയാൻ ഒരു എപ്പിസോഡൊന്നും പോരാതെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സ്ഥിരമായിട്ട് നിങ്ങളുടെയൊക്കെ എപ്പിസോഡുകൾ ബാക്കിൽ പോയാലുണ്ടായിരിക്കുന്നു. പക്ഷെ എന്താ ചെയ്യാ, 3 വർഷത്തെ നിരന്തര സമ്പർക്കത്തിലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇന്ന് ഞങ്ങൾ വേറെ ബിസി ആയിരുന്നു, പക്ഷെ അത് മാറി. അവിടെ എനിക്ക് തോന്നുന്നു ശൈലേഷേട്ടൻ ഞാൻ ഇതിനു മുമ്പ് വിളിച്ചതൊക്കെ വേറെ വേറെ ചാനലുകളിലായിരുന്നു. ബാക്ക് ആയതുകൊണ്ടാണ് ശൈലേഷേട്ടൻ വിളിച്ചപ്പോ തന്നെ ഓക്കെ എന്ന് പറഞ്ഞത്. തോന്നുന്നല്ലേ ശൈലേഷേട്ടൻ? വിളിക്കുന്ന കുറെ നാളായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തത് ഇതിനു വേണ്ടിയായിട്ടുള്ള ബന്ധമല്ലോ. നമുക്ക് ഇതിനു അതെ, ഉറപ്പായിട്ടും നമ്മൾ എത്രയോ ഇലക്ഷൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 1-2 സ്ഥാനാർത്ഥികളുടെ വർക്ക് ഇലക്ഷൻ വർക്ക് അവസാനം സ്റ്റാറ്റസ് ഇട്ടു, നിർത്തി. അതിനെക്കാട്ടി വലിയ 3 ദിവസം ബാങ്കിൽ പോയിട്ട് ലീവ് എടുത്തത് വലിയ ഹൈലൈറ്റ് ഉണ്ട്. ഞാൻ മത്സരിച്ചപ്പോൾ ശൈലേഷേട്ടൻ എനിക്ക് അനൗൺസ് ചെയ്തു. ഞാൻ പറഞ്ഞുകൊണ്ട് തോറ്റല്ല, അല്ല അതോട് പറയണോ? അല്ല, അതെന്താ പറയാ, എന്നെ അവിടുത്തെ BJP-കാർ കളിയാക്കി. ഞാൻ ആർക്ക് അനൗൺസ് ചെയ്താലും അവർ തോറ്റുപോകും. നമ്മുടെ സുഹൃത്തുക്കൾ ഈ തമാശക്കടയിൽ കേട്ടില്ല. അപ്പൊ ഞാൻ ശൈലേഷേട്ടനൊക്കെ ഇപ്പൊ ഈ കുട്ടിക്കലാശത്തിന് തൊട്ട് മുമ്പ് ശൈലേഷേട്ടൻ അനൗൺസ്മെന്റ് ഇട്ട് ഒരു വണ്ടി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എനിക്കങ്ങ് ആവേശപ്പെട്ടിട്ട് എനിക്ക് തന്നെ അനൗൺസ് ചെയ്തു. ഞാൻ ഇത്തവണ ഞാൻ തീരുമാനിച്ച് ആർക്കും അനൗൺസ് ചെയ്തില്ല, ഒരാൾക്ക് അനൗൺസ് ചെയ്തു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾക്ക് വേണ്ടി അവിടെ അനൗൺസ് ചെയ്യേണ്ടി വന്നു. കാരണം ഈ അനൗൺസ് ചെയ്ത കയറിയിരുന്ന ആൾ ഫിറ്റ് ആയി പോയി. പുള്ളിക്ക് സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ മറന്നു പോകാൻ തുടങ്ങി. അപ്പൊ പുള്ളി ഒന്ന് ഇറക്കിയിട്ട് വേറെ ആരും ഇല്ല. അവസാന ഘട്ടത്തിൽ 2 മണിക്കൂർ എനിക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് അങ്ങനെ നെഞ്ചിടിപ്പോടാണ് ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞത്. പുള്ളി ജയിച്ചു, പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമായി. അപ്പൊ എന്റെ അനൗൺസ്മെന്റ് കുഴപ്പമല്ല എന്നുള്ളത് കൈവച്ച വേറെ ആളാണ്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല. എനിവേ എന്തായാലും ശൈലേഷേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ശൈലേഷേട്ടന്റെ അനൗൺസ്മെന്റുകളൊക്കെ യൂട്യൂബിൽ കണ്ട് ഞാൻ പറഞ്ഞു ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ ഒരു കാരണവശാലും അങ്ങനെ ആനയെക്കുറിച്ച് ഞാൻ അറിയാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. ശൈലേഷേട്ടന്റെ നിങ്ങളുടെ 2 പേരുടെ വർക്കിലാണ് നമ്മൾ ആനയെ പരിചയപ്പെടുന്നതും. ഞാൻ പറഞ്ഞ ഒരു ആരാധകനാണ്. എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് തെക്കനാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് റെസ്പോൺസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഞങ്ങൾ ശരിക്കും ഒരു മിഡിൽ ആയിട്ടുള്ള ഭാഗം, തെക്കൻ കേരളം അല്ല വടക്കൻ കേരളം അല്ല. ശരിക്കും കോട്ടയം, ആലപ്പുഴ, അങ്ങോട്ട് പോകണമെങ്കിലും ഒരേ ടൈം, പാലക്കാട് പോകണമെങ്കിലും 2.5 മണിക്കൂർ മതി, കൊല്ലത്തിന് വേണമെങ്കിലും 2.5 മണിക്കൂർ മതി. നമ്മൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ വൈക്കത്തപ്പൻ്റെ മണ്ണിൽ വളർന്ന ആൾക്കാരായതുകൊണ്ട് ഈ തെക്കൻ നാട്ടിലെ ആനകളും വടക്കൻ നാട്ടിലെ ആനകളും നമ്മൾ അവിടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പരിചയമുണ്ട്. അതായത് നേരത്തെ ഇപ്പോൾ പലരും നമ്മൾ ചോദിക്കും, സജഷൻ ചോദിക്കും. ഇപ്പോഴല്ലാണ്ട് ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മുമ്പൊക്കെ നമുക്കൊരു ആനയെ വെറൈറ്റിക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ്, ഇതുവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്ത. നമ്മൾ ഒരുപാട് ആളെ സജസ്റ്റ് ചെയ്തും ഹെൽപ്പ് ചെയ്ത് ബുക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. കാര്യം അങ്ങോട്ട് വരാൻ അവിടെ ഒരു തെക്കനാട്ടിൽ ഇപ്പോൾ ഒരുപാട് ആനകളുള്ള ബ്രിഡ്ജാണ്. നമുക്ക് സീരിയസ്ലി നമുക്കത് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ ആനപ്രേമത്തിലേക്ക് ആൾക്കാരെ ചെല്ലുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് മോന് ഇത് തന്നെ കാണുള്ളൂ,
അവരുടെ വീഡിയോകാര് പറയുന്നുണ്ട്. ചിലരോട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് ഇത് കാണിച്ചിട്ടാ ചേട്ടന്റെ ഇത് കാണിച്ചു. കൊച്ചു കുട്ടികൾ നമ്മളോട് നമ്മുടെ ഡയലോഗ് തിരിച്ചു പറയുമ്പോൾ ശരിക്കും ഗൂസ് ബംസ്. നമ്മള് ആ സമയത്ത് ഇങ്ങനെ പറയാൻ പറ്റിയില്ല. അവരത് കാണാതെ പറഞ്ഞ് അയച്ചു തരുന്നുണ്ട് വീഡിയോ. കുറെയൊക്കെ സ്റ്റാറ്റസ് ഇടണം എന്നൊക്കെ അവർ പറയാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം വരുന്നൊരു തലമുറയ്ക്ക് നമ്മളൊരു ഈ ആനക്കമ്പത്തിലേക്ക് ഒരു മാതൃകയാവുന്നുണ്ടെങ്കിൽ. അല്ല, എനിക്ക് തോന്നിയിട്ട് ഉത്സവപ്പറമ്പുകളിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും അവിടെ വരുന്ന ആനയുടെ മുൻവർഷങ്ങളിൽ ചെയ്ത ഓഡിയോകൾ കട്ട് ചെയ്ത് സ്ഥലമൊക്കെ ഒരുപാട് റീലുകളുണ്ട്, ഒരുപാട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ആവേശം. കാര്യം നമ്മുടെ ഉത്സവം ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് ഒരു 5-10 വർഷമായിട്ട് ഞങ്ങൾ റെക്കോർഡിങ് നമ്മുടെ പരിപാടിയാണല്ലോ ഇറക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ആന വരുന്നത്, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വലിയ ആനക്കമ്പുള്ള നാടൊന്നുമില്ല. വൈക്കമാണെങ്കിൽ തന്നെ വൈക്കത്തിൻ്റെ ആയിട്ടുള്ള അഷ്ടമിക്ക് ആനയെ പോയി കാണും, ഇത് ആന എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ വലിയ ആനക്കമ്പക്കാരുള്ള നാടൊന്നുമല്ല. ഞാനും നമ്മുടെ അനിയനൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ആനക്കമ്പക്കാരുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ച് പേരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ടിരുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ആനകളെ നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓരോ വർഷം ഓരോ ആനകൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യും. ആ ഒരു ദിവസം ആ നാട്ടിലുള്ള എല്ലാവരും വാട്സപ്പ് സ്റ്റാറ്റസ് അവർ ആനക്കമ്പക്കാരായിട്ടല്ല, അതൊരു ആവേശമാണ്. അത് ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അതിൽ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ നാട്ടിലുള്ളവർ നമ്മുടെ സാധനം ഭയങ്കര സന്തോഷം. അതെ അല്ല, അതിപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്സവങ്ങളും അമ്പലങ്ങൾ ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ ചെയ്യും, നമ്മൾ ചെയ്ത് കൊടുക്കാറ്. നമ്മൾ അത് അതിൻ്റെ എക്സ്പെൻസ് പോലും നമ്മൾ എടുക്കാറില്ല. എല്ലാം നമ്മൾ ഞങ്ങളുടെ ഒരു വഴിപാടായിട്ട് ഇപ്പോൾ എൻ്റെ ക്ഷേത്രത്തിലായിക്കോട്ടെ, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്ഷേത്രമായിക്കോട്ടെ, ശൈലേശ്വരൻ്റെ വീണ്ടും അപ്പുറത്തെ ക്ഷേത്രം, കുടുംബക്ഷേത്രം, അങ്ങനെ അത് നമ്മളെല്ലാം നമ്മുടെ ഭാഗം, നമ്മുടെ പരിപാടി അത്. അല്ല, എങ്കിലും അതല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ ഭയങ്കര സന്തോഷം. നമ്മൾ കുറേ ഇതിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യം. ഈ ഒരു മേഖലയുടെ പേരിൽ, അതായത് ഈ ഒരു കലയുടെ പേരിൽ അറിയപ്പെടാൻ പറ്റുന്നത് ശരിക്കും ദൈവമാണ്. പിന്നെ അതിൽ അതുണ്ട്. പക്ഷേ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് പെട്ടെന്നങ്ങ് ആയിട്ടില്ല പറയാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അവരെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുണ്ട്, ഏത് സോഷ്യൽ മീഡിയയിൽ. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാറ്റം കാണാൻ വേണ്ടിയിട്ട് അവരെ വെച്ചേക്കുന്നതാണ്. കാണടാ, അത് അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കുന്നുണ്ടെന്നതിന്റെ തെളിവ് നമുക്ക് എന്തെങ്കിലും, അതായത് ഈ ഭാഗത്തുനിന്നല്ല വേറെ എന്തെങ്കിലും അപ്ഡേഷൻ, ഒരു മോശപ്പെട്ട ഒരു കാര്യം, അതായത് ഈ ഭാഗത്തു നിന്നല്ല വേറെ എന്തെങ്കിലും ഞാൻ സ്റ്റോറി ഇടും, മോശമാണേലും നല്ലതാണേലും. അപ്പം മോശപ്പെട്ട കാര്യങ്ങൾ ഇടുമ്പോഴത്തേക്കും ഓടി വന്ന് എന്ത് പറ്റി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം കാണുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. എല്ലാ നാട്ടിലും ഒരു നാടെന്നല്ല. ഞാൻ വിചാരിച്ചിരുന്നത് തെക്കോട്ടുള്ളവർക്കാണ് ഇത് കൂടുതൽ പ്രശ്നം. അങ്ങനെയല്ല, ഞാൻ പാലക്കാടുള്ള അറിയപ്പെടുന്ന ഏറ്റവും ഡിമാൻഡുള്ള ഒരാള്, ഞാൻ അവിടെ നാട്ടില് വീട്ടിൽ പോയപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് എല്ലാവരും അംഗീകരിച്ചാലും നാട്ടുകാർ അംഗീകരിക്കുക ഇച്ചിരി പാടാണ്. ഇപ്പൊ നമുക്ക് പറയുമ്പോ പറയാം നാട്ടുകാർ ഇതൊക്കെ അംഗീകരിക്കണത്, പക്ഷെ പാടാം. അത് അംഗീകരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തികഞ്ഞു എന്നുള്ളതാണ് എന്റെ നാട് കൊട്ടാരക്കര മേലിലാണ്. അപ്പം എന്തോ ഒരു കഴിഞ്ഞ ഉത്സവത്തിന് അവിടെ കുറെ പേർക്ക് വിളിച്ച് ഇങ്ങനെ മൊമെന്റ് ഒക്കെ കൊടുത്തു. അപ്പൊ എന്നോട് ആരും ചോദിച്ചു, എടേ നിന്നെ വിളിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ വൈസ് പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു നോട്ടീസ് പേരൊന്നും വെക്കാൻ പറ്റിയില്ല, പക്ഷെ നീ വരണേ. അപ്പൊ നോട്ടീസ് വേറെ ആരുടെയൊക്കെ പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, ഞാൻ അന്ന് വരില്ല, എനിക്ക് അന്ന് പൈങ്കിളി സിനിമ എന്തോ ഒരു പരിപാടിയുടെ എറണാകുളത്ത്, ഞാൻ പിറ്റേന്ന് എത്തുള്ളൂ നാട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല നീ അതിന് ഇപ്പൊ എന്നോട് ചോദിച്ചു, ഇവിടെ ശ്രീകണ്ഠൻ നായരെ അംഗീകരിച്ചിട്ടില്ല. പുള്ളി മറ്റേ മോർണിംഗ് ഷോ ആയിട്ടൊക്കെ വരും, പുള്ളി മോർണിംഗ് ഷോ ആയിട്ട് വരും, പുള്ളി മോർണിംഗ് ഷോ ആയിട്ട് സ്വന്തം നാട് ഇതൊക്കെ പറയുമ്പോഴും ചെറുപ്പക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അയാൾക്ക് വേറെ പണിയില്ല എന്ന് പറയുന്ന ആളുകൾ. ഈ പ്രായത്തിൽ അങ്ങനെ നിൽക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം നിർത്തി ഒരു തമാശ നമ്മൾ പറയുന്നത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാ. അദ്ദേഹം ഉറങ്ങുന്ന 3-4 മണിക്കൂർ ഒരു ദിവസം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ളവരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പുള്ളി പരിപാടിയായിട്ട് ഭയങ്കര ആവശ്യമാണ്. ഇപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഈ വാർഷിക പരിപാടിയായിട്ടോട് വന്നപ്പോഴൊക്കെ വലിയ സ്വീകരണമൊക്കെ കിട്ടി. പക്ഷെ ഈ ജെൻസി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇവര് പുറത്തു പോയി പറയും ഞങ്ങളുടെ നാട്ടുകാരനെ ശ്രീകണ്ഠനായര്, പക്ഷെ പുള്ളി വരുമ്പോ തിരിഞ്ഞു നോക്കിയില്ല. ഈ ഒരു പോക്കാണ് എല്ലായിടത്തും എല്ലാ നാട്ടിലും ഉള്ളതാണ്. അത് സന്തോഷത്തോടെ മാത്രമാണ് സ്വീകരിച്ചാൽ മതി. ഞാനൊരു പുസ്തകം എഴുതിയ സമയത്താണ് ചെറുപ്പക്കാരനാ വൈസ് പ്രസിഡന്റ്, പുള്ളിക്ക് എന്നെ വിളിക്കാതിരിക്കാനും വയ്യ. അവിടെ ചെന്ന് പറയുമ്പോ ഈ പ്രായമുള്ളവര് ഇത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ നോട്ടീസ് ഇല്ല ചേട്ടാ ഞാൻ കാണത്തില്ല, ചേട്ടൻ വിഷമിക്കണ്ട. കാര്യം നമ്മളിത് ആദ്യമേ അറിഞ്ഞു കമ്മിറ്റിയിൽ ഇത് ചർച്ച നടന്നെന്നും ഇത് നമ്മളെ സ്ഥലത്ത് എല്ലായിടത്തും കാര്യമില്ല. അവരൊക്കെ സന്തോഷിക്കുക. പക്ഷെ അവർ പുറത്തു പറയും ശൈലേഷ് ചേട്ടാ, അവർ ഉത്സവപ്പറമ്പിൽ പോകുമ്പോ ശൈലേഷ് വയ്ക്കും എന്തായാലും പറയുന്നുണ്ടെന്ന് വേറെ ആള് വഴി നമ്മൾ അറിയുന്നുണ്ട്. അതിനൊക്കെ എൻജോയ് ചെയ്യും. അത് ഞാൻ പ്രൊഫഷണൽ ഇപ്പം
നമ്മുടെ കോർപ്പറേറ്റ് ഫീൽഡിൽ വരുമ്പോഴത്തേക്കും നമ്മളെ പല നാട്ടിൽ നിന്നുള്ള ഇപ്പം എൻ്റെ ഓളിൽ ഇപ്പം തൃശ്ശൂർ എന്നുള്ളത് വരുമ്പോഴത്തേക്കും ചേട്ടൻ മറ്റേ ആനയുടെ ചെയ്യുന്ന അവരെ നല്ല മീറ്റിങ്ങിലൊക്കെ ആകുമ്പോൾ സൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫേസ് കാണുന്നതല്ലാതെ ഇവർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ അഭിമാനമാണ്. ഞങ്ങൾ ഗുരുവായൂർ പരിപാടിക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സംഭവമായിട്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഞാൻ എന്നെ എല്ലാവർക്കും അറിയാം എന്നൊരു സാധനം ഈ രാഷ്ട്രീയക്കാരെ കാണും ഇവനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു സാധനത്തിൽ നമ്മൾ കഴിയാണെങ്കിൽ തിരിച്ചു ഞാൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പടക്കാം ഞാനിങ്ങനെ കുത്തിയിരുന്ന് ഈ പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ വികാരം വെച്ചു ചാണ്ടി ഞാൻ കോൺഗ്രസ് ബീറ്റ് വേറെ ആൾ CPM ബീറ്റ് നമ്മൾ ഇടിച്ചു നിൽക്കുക. അപ്പൊ ഞാൻ ഷാഫി പറമ്പലിന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മൈക്ക് ക്യാമറമാൻ്റെ കൊടുത്തിട്ട് നടന്നിങ്ങനെ പോകണു. ക്യാമറമാൻ്റെ മുന്നേ കയറി നടന്നു. ബൈക്കൂടെ പോകുമ്പോൾ ഒരു പയ്യൻ എൻ്റെ കയ്യിൽ കയറി ഇങ്ങനെ പിടിച്ചു, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തിനാ? ഒരു സെൽഫി. അപ്പൊ ഞാൻ ഓക്കെ ആരാധകർ സെൽഫി എടുത്തു. അപ്പൊ കോൺഗ്രസിന്റെ പരിപാടിയാണല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തുവാ ഈ വാർത്തകൾ കണ്ട എന്റെ ഫാൻ അയാളാ ബാക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എല്ലാ വീഡിയോ കാണോ? ആ ചേട്ടൻ ഫേസ്ബുക്കിലിടുന്ന എല്ലാ വീഡിയോ കാണും. ഏത് വീഡിയോയുടെ അവസാനം കണ്ടേ? ചേട്ടൻ മറ്റേ കാറിലിരുന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ എവിടെയാ ജോലി ചെയ്യുന്നത്? ഇവന്റെ അടുത്ത് ചോദിക്കാതെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നവകേരള ന്യൂസിൽ. ചാനലിലാണോ? അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മളില് എങ്ങോട്ടേലൊക്കെ പോകുമ്പോ ഇങ്ങനെ വട്ടായിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റീലിടുമല്ലോ. അന്നെന്തോ പറഞ്ഞൊരു സാധനമാണ് ഇവ കണ്ടിട്ടുള്ളത്. നമുക്കത് അത് തൊട്ട് അങ്ങനത്തെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിള്ളേര് ഒരുപാട് പിള്ളേര് മാത്രമല്ല ഈവൻ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. അവരൊരു ഫോട്ടോ എടുക്കാൻ വരിക, ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വളരെ റെസ്പോൺസ് എടുക്കുക. അല്ല ഞാൻ ശൈലേഷ് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോണിൽ കൂടെ ഈ ആവശ്യം എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ശൈലേഷ് ചേട്ടനെ വിളിക്കും, അത് അയച്ചു തരും. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 2 വർഷം മുമ്പുള്ള ആനയടി പൂരത്തിന് ഞാൻ അവിടെ വന്നിട്ട് ശൈലേഷ് ചേട്ടനെ വിളിച്ചു. ശൈലേഷ് ചേട്ടൻ ഓർക്കുന്നത് എനിക്കറിയില്ല, എനിക്ക് അഖിൽഭായി പരിചയമില്ല. പിന്നീടാണ് നമ്മൾ വെട്ടിക്കേല മഹാദേവ നമ്മൾ മുന്നേറി കാണുന്നത്. അപ്പം ശൈലേഷ് ചേട്ടൻ തട്ടുംപുറത്താ ഫോൺ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഈ തട്ടുംപുറത്ത് നിൽപ്പുണ്ട് പ്ലാനിങ് പരിപാടിയിലാണ്. ശരി. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചെന്ന് ഇയാളൊരു ചാടയാണല്ലോ, ഇങ്ങനെ വിളിക്കണ്ട സത്യമായിട്ടും ഉള്ള പറയണല്ലോ മനസ്സിലായി. പിന്നെ ഞാൻ നടന്ന് ഈ തട്ടിന്റെ അടുത്ത് വന്നപ്പോഴും മേളിൽ കുറച്ചു നേരം നോക്കി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ചാടയല്ലോ. ചില സാഹചര്യത്തിൽ നമുക്ക് എത്ര വേണ്ടപ്പെട്ട ഇപ്പൊ നമ്മുടെ ബന്ധുക്കാർ പോലും ചെരുമ്പ് വന്നു കാണാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ ചിന്താഗതി നമ്മളിപ്പോ ഇത്രയും വർഷമായി ഈ ഒരു 7-8 വർഷമായി ഈ ഒരു ഫീൽഡിലുണ്ട് ആനയുടെ ഇതില്. പക്ഷെ നമ്മളെ അനുഭവിക്കുന്ന ടെൻഷൻ, നമ്മൾ ചെന്ന ഒരു പരിപാടി, നമ്മളെ ഏൽപ്പിക്കുന്ന ആ പരിപാടി കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യാന്നുള്ള വലിയ കാര്യം. അത് റിസ്ക്കാ. നമുക്കത് വിജയിപ്പിക്കണം. അത് നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല.